ഹലോ മക്കളെ, നിങ്ങൾ GIB വളരെ ഉഷാറായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും അല്ലേ? GIB പോലത്തെ ഒരു നീറ്റ് ലെവൽ +1 എഴുതുമ്പോൾ ഉണ്ടാകുന്ന കുറേ ആശങ്കകൾ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ എക്സാം എഴുതിയോടുകൂടി നിങ്ങളുടെ ആ ആശങ്കകളൊക്കെ മാറിയിട്ടുണ്ടാവും. NCERTൻ്റെ ഉള്ളിലിരുന്ന് പഠിച്ചാൽ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചെയ്യാം എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. സോ ഒരു എക്സാമിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പോസ്റ്റ് എക്സാം അനാലിസിസ് എന്ന് പറയുന്നത്. ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ അത് അവിടെ ഇട്ടിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ട് ഓക്കെ റിസൾട്ട് വന്നിട്ട് നോക്കാമെന്നല്ല. എക്സാം എഴുതുന്ന ഇന്ന് മുതൽ നിങ്ങൾ പഠിച്ചേക്കേണ്ട ഒരു കാര്യമാണ്. എക്സാം എഴുതി കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം തന്നെ അതിൻ്റെ കീ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എഴുതിയത് വെച്ചൊരു പോസ്റ്റ് എക്സാം അനാലിസിസ് നമ്മൾ നടത്തണം. എവിടെ തെറ്റിപ്പോയി, എങ്ങനെ തെറ്റിപ്പോയി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഓരോ എക്സാമെന്നും നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ലേൺ ഫ്രം അവർ മിസ്റ്റേക്സ്. ഏത് എക്സാമിന് എവിടെയെങ്കിലും നമ്മളൊരു സില്ലി മിസ്റ്റേക്ക് എവിടെയെങ്കിലും നമ്മൾ വരുത്തിയിട്ടുണ്ടാവും. ആ സില്ലി മിസ്റ്റേക്ക് എങ്ങനെ വന്നു എന്ന് റെക്ടിഫൈ ചെയ്തിട്ട് അടുത്ത എക്സാമിന് അത് വരുത്താത്ത രീതിയിലുള്ള പ്ലാനിങ് നടത്തുമ്പോഴാണ് നമ്മൾ എക്സാം എഴുതി ഈ വർഷം അടുത്ത വർഷങ്ങൾ എക്സാം എഴുതി അടുത്ത വർഷത്തെ നിങ്ങൾ +2 ആകുമ്പോൾ ഉണ്ടാവണം നീറ്റ് തന്നെ ക്വാളിഫൈ ചെയ്തിട്ട് വേണം നമുക്ക് മെഡിക്കൽ കോളേജിൽ പോകാൻ. സോ ഈ GIB വളരെ ഉഷാറായിട്ട് നിങ്ങൾ എഴുതാൻ പറ്റിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല അടിപൊളി ചോദ്യങ്ങളായിരുന്നു. വായിച്ചെഴുതിയാൽ എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് ആശംസിക്കുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അതിൻ്റെ ഡിസ്കഷനിലേക്കൊന്ന് പോയാലോ? എവിടെയൊക്കെ എന്തൊക്കെ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. സിമ്പിളായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ബയോളജി ഫുൾ മാർക്ക് വാങ്ങിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, സ്പെഷ്യലി ബോട്ടണി. ആയിക്കോണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിളായിട്ടുള്ള ചോദ്യമായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഓർഗാനിസം വിച്ച് ലാക്ക് ന്യൂക്ലിയർ മെംബ്രെയിൻ. ന്യൂക്ലിയർ മെംബ്രെയിൻ ലാക്കായിട്ടുള്ള ആൾക്കാർ ആരെന്ന് ചോദിച്ചാൽ നമ്മൾ ആരാടാ പറയുക? ന്യൂക്ലിയർ മെംബ്രെയിൻ ലാക്കായിട്ടുള്ളവർ ആരെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം പ്രോകാരിയോട്ടുകളാണ്. അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ ആരാണ് ഒരു പ്രോകാരിയോട്ട് നോക്കിയാൽ പോരെ? ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെൻ്റ് ആയുള്ള പ്രോകാരിയോട്ടാണ്. താഴെ തന്നിട്ടുള്ളതിൽ ആരാണ് പ്രോകാരിയോട്ട്? സയനോ ബാക്ടീരിയ ഒരു പ്രോകാരിയോട്ടാണ്, കാരണം അതൊരു യു ബാക്ടീരിയയാണ്. അഗാരിക്കസ് മഷ്റൂം അതൊരു ഫംഗസ് ആണ്. യൂഗ്ലീന അത് യൂഗ്ലിനോയിഡ്, അതൊരു ക്രൈസോഫൈറ്റ് ആണ്, അത് യൂഗ്ലിനോയിഡ്സിലാണ് വരിക, അത് പ്രോട്ടിസ്റ്റയിലാണ് വരിക, അവർക്ക് ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, യൂക്യാരിയോട്ടാണ്. മർക്കാൻഷ്യ അതൊരു ലിവർവേർട്ടാണ്, അത് പ്ലാൻ കിങ്ഡത്തിൽ ലിവർവേർട്ട് ബ്രയോഫൈറ്റിലെ ഫസ്റ്റ് വിഭാഗമുള്ളതാണ്, അതും യൂക്യാരിയോട്ടാണ്. എല്ലാവർക്കും ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലാത്ത പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ, അത് സൈനോ ബാക്ടീരിയ ആണ്. സൈനോ ബാക്ടീരിയൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ. വിച്ച് ഫോംസ് ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ വിച്ച് ഹാസ് ദ എബിലിറ്റി ഫോർ നൈട്രജൻ ഫിക്സേഷൻ. അത് നൈട്രജൻ ഫിക്സേഷൻ നടത്തുന്ന സ്പെഷ്യലൈസ്ഡ് സെല്ലുകളുടെ പേരാണ് ഹെട്രോസിസ്റ്റ് എന്നൊക്കെ പറയാം. ഒക്കെ പഠിച്ചു നമ്മളല്ലേ. അവർ കോളനി ആയിട്ട് കാണുകയാണെങ്കിൽ അവർക്ക് ചുറ്റും ഒരു മ്യൂസിലേജിന് ഷീത്ത് അല്ലെങ്കിൽ കോട്ടിംഗ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് പ്രോട്ടിസ്റ്റ. ആ പ്രോട്ടിസ്റ്റ കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറഞ്ഞ പാരഗ്രാഫിൽ കൃത്യമായി പറയുന്നുണ്ട് അവർ പ്രൈമറിലി അക്വാട്ടിക് ആണ്, പിന്നെ അവർ പ്രധാനമായിട്ടും അക്വാട്ടിക് ആണെന്ന് പറഞ്ഞു. അങ്ങനത്തെ കുറേ പോയിന്റുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് പ്രോട്ടിസ്റ്റകൾ സെക്ഷലായിട്ടും റീപ്രൊഡ്യൂസ് ചെയ്യും, അസെക്ഷലായിട്ടും റീപ്രൊഡ്യൂസ് ചെയ്യും. അവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ സെൽ ഫ്യൂഷനും സൈഗോട്ട് ഫോർമേഷനും ഉണ്ട് എന്നാണ് പറയുന്നത്. സെല്ലുകൾ ഫ്യൂസ് ചെയ്യും എന്നിട്ട് സൈഗോട്ടായിട്ട് മാറും. സോ സെൽ ഫ്യൂഷനും സൈഗോട്ട് ഫോർമേഷനും നടക്കുന്നത് പ്രോട്ടിസ്റ്റയിലാണ് എന്ന് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അടുത്തത് മൂന്നാമത്തത്, അമീബോയിഡ് പ്രോട്ടോസോവൻസ് ആർ സീൻ ഇൻ. പ്രോട്ടോസോവൻസ് നമുക്ക് ഇങ്ങനെ പഠിക്കാം. പ്രോട്ടിസ്റ്റകളെ നമ്മൾ പ്രധാനമായിട്ടും 5 ആക്കി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് പ്രോട്ടിസ്റ്റകൾ? ഇവിടെ ക്രൈസോഫൈറ്റ്സ് ഉണ്ട്, ഡൈനോഫ്ലജല്ലൈറ്റ്സ് ഉണ്ട്, യൂഗ്ലിനോയിഡ്സ് ഉണ്ട്, സ്ലൈം മൗൾഡുകളുണ്ട്, അതുപോലെ തന്നെ പ്രോട്ടോസോവൻസും ഉണ്ട്. ഇതിൽ പ്രോട്ടോസോവൻസിനെ വീണ്ടും നമ്മൾ 4 ആക്കി തിരിച്ചിട്ടുണ്ട്. അമീബോയിഡ് ഉണ്ട്, ഫ്ലജല്ലേറ്റഡ് ഉണ്ട്, സീലിയേറ്റഡ് ഉണ്ട്, അതുപോലെ തന്നെ സ്പോറോസോവൻസും ഉണ്ട്. അപ്പോൾ അമീബോയിഡ് പ്രോട്ടോസോവൻ എവിടെയൊക്കെ കാണാം? ഫ്രഷ് വാട്ടറിൽ കാണാം, മെറൈൻ വാട്ടറിൽ സീ വാട്ടറിൽ കാണാം, മോയിസ്റ്റ് സോയിലിൽ കാണാം. അതുകൊണ്ട് ആൻസർ 4 ആണ് വരിക. എല്ലായിടത്തും കാണുന്നതുകൊണ്ട് ആൻസർ 4 വരും. കിട്ടിയോ? നാലാമത്തെ ചോദ്യം നോക്കടാ. പാരസൈറ്റിക് ഫംഗൈ ഓൺ ദ മസ്റ്റാർഡ് ലീഫ്. മസ്റ്റാർഡ് ലീഫിൽ കാണപ്പെടുന്ന പാരസൈറ്റിക് ഫംഗസിനെ നമ്മൾ ആൽബുഗോ എന്നല്ലേ പറയാം. എന്നാൽ വീറ്റ് കാണുന്ന ആളാണ് പക്സീനിയ. വീറ്റ് റസ്റ്റിന് കാരണമാവുന്ന ആളാണ് പക്സീനിയ എന്ന് നമുക്കറിയാം. അസ്റ്റിലാഗോയെ നമ്മൾ സ്മട്ട് ഫംഗൈ എന്നാണ് വിളിക്കാറുള്ളത്. റൈസോപ്പസ് എന്ന് പറയുന്നത് നമ്മളുടെ ബ്രെഡ് മോൾഡാണ് റൈസോപ്പസ്. അഗാരിക്കസ് എന്ന് പറയുന്നത് കോമൺ മഷ്റൂമാണ്. എല്ലാം കത്തുന്നുണ്ടല്ലോ. സോ പാരസൈറ്റിക് ഫംഗൈ ഓൺ മസ്റ്റാർഡ് ഗോ മസ്റ്റാർഡ് ഗോ ആൽബുഗോ, പക്സീനിയ വീറ്റ് റസ്റ്റ്.
അടുത്തത് ഫംഗൈ വിച്ച് ഈസ് യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ഫോർ ബയോകെമിക്കൽ ആൻഡ് ജെനറ്റിക്കൽ വർക്കിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ന്യൂറോസ്പോറയാണ്. എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമായിരുന്നു അല്ലേ. ന്യൂറോസ്പോറ ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ ബയോകെമിക്കൽ ആൻഡ് ജെനറ്റിക്കൽ എക്സ്പെരിമെൻറ്റ്സ് നമുക്കറിയാം. ഓൾട്ടർനേറിയ എന്ന് പറയുന്നത് ഒരു ഡ്യൂട്ടിറോമൈസൈറ്റ്സ് ആണ്. കാറ്റ് പഠിച്ചത് ഓർമ്മയുണ്ടോ? കളക്ട്രോട്രിക്കം, ഓൾട്ടർനേറിയ, ട്രൈക്കോഡർമ. കാറ്റ് നമ്മൾ പഠിപ്പിച്ച് ഓർമ്മയുണ്ട്. മ്യൂക്കർ. റാം പഠിച്ച് ഓർമ്മയുണ്ടോ? റാം ഫൈക്കോമൈസൈറ്റ്സിന് എക്സാമ്പിൾ റൈസോപ്പസ്, അതുപോലെ തന്നെ ആൽബുഗോ, മ്യൂക്കർ. അഗാരിക്കസ് നമ്മൾ പഠിച്ചാണല്ലേ. അഗാരിക്കസ്, അസ്റ്റിലാഗോ, പക്സീനിയ, ഇതൊക്കെ എന്തിലാണ് വരിക? ബെസിഡിയോമൈസൈറ്റിലാണ് വരിക. അപ്പോൾ ന്യൂറോസ്പോറ എന്ന് പറയുന്നത് ഒരു ആസ്കോമൈസൈറ്റ് ആണ് വിച്ച് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ ജെനറ്റിക്കൽ എക്സ്പെരിമെൻറ്റ്. അവിടെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പെൻസീലിയം, അവിടെ നിന്നാണ് പെൻസിൽ ഉണ്ടാക്കുന്നത്. ഈസ്റ്റ് ഒരു ആസ്കോമൈസൈറ്റ് ആണ്, അതിൽ നിന്നാണ് നമ്മൾ ബ്രെഡ്, ബിയർ, വൈൻ, കേക്ക് ഒക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ക്ലാവിസെപ്സ് എന്നാണ് അവിടുന്ന് LSD ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സോ ബയോജനിക് കെമിക്കൽ വർക്കിന് ഉപയോഗിക്കുന്നത് ന്യൂറോസ്പോറയാണ്. എല്ലാവർക്കും കിട്ടി. ഇംപെർഫെക്റ്റ് ഫംഗൈ എന്ന് വിളിക്കുന്നത് ആരെയാണ്? സിമ്പിളായിട്ട് നിങ്ങൾ ചാടി വീണ് കുത്തിയുണ്ടാവും. ഡ്യൂട്ടിറോമൈസൈറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തരും വട്ടപ്പേര് വിളിക്കാം. ഫൈക്കോമൈസൈറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽഗൽ ഫംഗൈ. ആസ്കോമൈസൈറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് സാക്ക് ഫംഗൈ. ബെസിഡിയോമൈസൈറ്റ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലബ് ഫംഗൈ. ഡ്യൂട്ടിറോമൈസൈറ്റ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപെർഫെക്റ്റ് ഫംഗൈ എന്നാണ് വിളിക്കുക. ബിക്കോസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ അവർക്ക് ആബ്സെൻ്റ് ആണ്. കിട്ടി, സിമ്പിളായിരുന്നു. ഡൈക്കാരിയോൺ ഫേസ് ഈസ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ക്ലാസ് ഓഫ് ഫംഗൈ. ഡൈക്കാരിയോൺ ഫേസ് ഏത് ഫംഗസിലൊക്കെയാണ് കാണാറുള്ളത്? ആസ്കോമൈസൈറ്റിലും കാണാം, ബെസിഡിയോമൈസൈറ്റിലും കാണാം. ഓപ്ഷൻ 3 ആണ് ആൻസർ വരിക. ആസ്കോമൈസൈറ്റിലും ബെസിഡിയോമൈസൈറ്റിലും കാണാം. അപ്പോൾ ഇതാണ് രണ്ട് ഫംഗസുകളുടെ ഹൈഫ. രണ്ടും ഹാപ്ലോയിഡ് ആണ്, നിങ്ങൾക്കറിയാം. ഇവരുടെ ഹൈഫകൾ അടുത്തടുത്ത് വന്നിട്ട് അവരുടെ പ്രോട്ടോപ്ലാസം കൂടിച്ചേരുന്നതിന് പ്രക്രിയക്ക് പറയുന്ന പേരല്ലേ പ്ലാസ്മോഗമി. പ്ലാസ്മോഗമി നടന്നു കഴിഞ്ഞാൽ ഒരൊറ്റ പ്രോട്ടോപ്ലാസം 2 ന്യൂക്ലിയസ് ആവും. ആ 2 ന്യൂക്ലിയസുകൾ കൂടിച്ചേരുന്ന പ്രക്രിയക്ക് പറയുന്ന പേരല്ലേ കാരിയോഗമി. അപ്പോൾ കാരിയോഗമി നടക്കുന്നതിന് മുന്നേ ഇയാളെ വിളിക്കുന്ന 2 ന്യൂക്ലിയസുള്ള ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ഡൈക്കാരിയോൺ സ്ട്രക്ചർ പ്രധാനമായിട്ടും കാണാറുള്ളത് ആസ്കോമൈസൈറ്റിലും ബെസിഡിയോമൈസൈറ്റിലാണ്. കാരിയോഗമി നടന്നു കഴിഞ്ഞാൽ ഒരൊറ്റ പ്രോട്ടോപ്ലാസം ഒരൊറ്റ ന്യൂക്ലിയസ് ആയിട്ട് മാറും. അപ്പോൾ അയാളെ വിളിക്കുന്ന പേരാണ് സൈഗോട്ട്. ഡൈക്കാരിയോൺ സ്റ്റേജുള്ളത് ആസ്കോമൈസൈറ്റിനും ബെസിഡിയോമൈസൈറ്റിനുമാണ്. മാച്ച് കോളം 1 വിത്ത് കോളം 2. വേഗം മാച്ചിക്കേ. അസ്റ്റിലാഗോ ഒപ്പം നമ്മൾ പറഞ്ഞു. അസ്റ്റിലാഗോ എന്താണ്? സ്മട്ട് ഫംഗസ് ആണ്. പക്സീനി നമ്മൾ പറഞ്ഞു റസ്റ്റ് ഫംഗസ് ആണ്. റൈസോപ്പസ് എന്താണ്? ബ്രെഡ് മോൾഡ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ 1 ആൻസർ കിട്ടൂലേ? A3B1C2 കറക്റ്റാ. ഓപ്ഷൻ 1 ആൻസർ കിട്ടൂലേ? ഇങ്ങനെ അടുത്ത് നോക്കണം. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് പെയർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ആസ്കോമൈസൈറ്റിൽ ട്രൈക്കോഡർമ വരുന്നില്ല. കാറ്റ് ഡ്യൂട്ടിറോമൈസൈറ്റ് ആണ്. ബെസിഡിയോമൈസൈറ്റ് സാക്ക് ഫംഗസ് അല്ല, അത് ആസ്കോമൈസൈറ്റ് ആണ്. ഡ്യൂട്ടിറോമൈസൈറ്റ് ക്ലബ് ഫംഗസ് അല്ല, അതെന്താണ്? ഡ്യൂട്ടിറോമൈസൈറ്റ് ഇംപെർഫെക്റ്റ് ഫംഗസ് ആണ്. ഫൈക്കോമൈസൈറ്റിന് എക്സാമ്പിൾ റാമാണ്. റൈസോപ്പസ്, ആൽബുഗോ, മ്യൂക്കർ. മ്യൂക്കർ. അപ്പോൾ അത് കറക്റ്റാണ്. അതുകൊണ്ട് ആൻസർ 4 ആണ് വരും. നിങ്ങൾക്ക് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അടുത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്. താഴത്തെ നിലയിൽ കറക്റ്റ്ലി മാച്ച്ഡ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. കറക്റ്റ്ലി മാച്ച്ഡ് അല്ലാത്തതാണ് ചോദിക്കുന്നത്. അനബീന ഒരു സയനോബാക്ടീരിയ ആണ് അല്ലേ. നോസ്റ്റോക്ക്, അനബീന, ഓസിലറ്റോറിയ നമ്മൾ പഠിച്ചാണ്. ഗോണിയോലെക്സ് റെട്ടൈഡ് ഉണ്ടാക്കുന്നുണ്ട്, അതൊരു ഡൈനോഫ്ലജല്ലൈറ്റ് ആണ് നമുക്കറിയാം. മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത് ഏറ്റവും സ്മോളസ്റ്റ് ലിവിങ് സെല്ലാണ് നമുക്കറിയാം. അപ്പോൾ അതും ശരിയാണ്. ആൽബുഗോ ഒരു ബെസിഡിയോമൈസൈറ്റ് അല്ല. ആൽബുഗോ എന്ന് പറയുന്നത് ഏതാണ്? ഒരു ഫൈക്കോമൈസൈറ്റ് ആണ്. റൈസോപ്പസ്, ആൽബുഗോ, മ്യൂക്കർ ഒരു ഫൈക്കോമൈസൈറ്റ് ആണ്. അപ്പോൾ ഇതാണ് ഇൻകറക്റ്റ് പെയർ. അപ്പോൾ ഓപ്ഷൻ 4 ആണ് ആൻസർ വരും. അടുത്ത നോക്കടാ. വീനസ് ഫ്ലൈ ട്രാപ്പ് ആൻഡ് ബ്ലാഡർ വേർട്ട് ആർ എക്സാമ്പിൾസ് ഓഫ്. വീനസ് ഫ്ലൈ ട്രാപ്പും ബ്ലാഡർ വേർട്ടും ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ആണ്. സിമ്പിളായിട്ട് നിങ്ങൾ പഠിച്ചു ഇല്ലേ? എല്ലാ പ്ലാന്റുകളും മെജോറിറ്റി ഓഫ് പ്ലാന്റ്സ് ഓട്ടോട്രോപ്പുകളാണ്. എ ഫ്യൂ ആർ പാർഷ്യലി ഹെട്രോട്രോപ്പിക് ആയുള്ള ആളാണ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ഇൻസെക്ട്സിനെ ട്രാപ്പ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് നൈട്രജൻ. അപ്പോൾ അവർ നൈട്രജൻ ഡെഫിഷ്യൻറ്റ് സോയിലാണ് വളരുക. അപ്പോൾ വീനസ് ഫ്ലൈ ട്രാപ്പും ബ്ലാഡർ വേർട്ടും ഇൻസെക്ടിവോറസ് പ്ലാന്റ് ആണ്. അവർ പാർഷ്യലി ഹെട്രോട്രോപ്പിക് ആണ് നിങ്ങൾ പഠിച്ചു. പാരസൈറ്റിക് ആയുള്ള ഒരു പ്ലാന്റിന് എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, കസ്ക്യൂട്ട. ഓർമ്മയുണ്ടോ കസ്ക്യൂട്ടയെ പഠിച്ചത്? എങ്കിൽ 12ാമത്തെ ചോദ്യത്തിലേക്ക് നോക്കടാ. വിച്ച് അമംഗ് ദ ഫോളോയിങ് മെമ്പേഴ്സ് ലാക്ക് സെൽ വാൾ. താഴെ തന്നിട്ടുള്ള സെൽ വാൾ ഇല്ലാത്തത് ആർക്കെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ആ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ആ ബോക്സ് പഠിച്ചത് ഓർമ്മയുണ്ടോ? സെൽ വാൾ ചോദിച്ചാൽ നമ്മൾ സെൽ ടൈപ്പ് ചോദിച്ചാൽ മുണീറ മാത്രം പ്രോകാരിയോട്ട്, ബാക്കിയുള്ളവരൊക്കെ യൂക്കാരിയോട്ട്. ന്യൂക്ലിയർ മെമ്പർ ചോദിച്ചാൽ മുണീറക്ക് മാത്രം ആബ്സെൻറ്റ്, ബാക്കിയുള്ളവർക്കൊക്കെ പ്രസൻറ്റ്. ഇനി സെൽ വാൾ ചോദിച്ചു കഴിഞ്ഞാൽ ആനിമൽസിന് മാത്രം ആബ്സെൻറ്റ്, ബാക്കിയുള്ളവർക്കൊക്കെ പ്രസൻറ്റ്. അപ്പോൾ ലാക്ക് സെൽ വാൾ ഉള്ളത് കിങ്ഡം അനിമൽസിനാണ്. ബ്രയോഫൈറ്റിന് സെൽ വാൾ ഉണ്ട്, ഫംഗസിനൊക്കെ സെൽ വാൾ ഉണ്ട്. അടുത്ത് നോക്കണം. ക്യാപ്സിഡ് ആർ മേഡപ്പ് ഓഫ് സ്മോൾ സബ് യൂണിറ്റ് കോൾഡ് ക്യാപ്സോമിയർ എന്നാണ് വിളിക്കുക. വൈറസിൻ്റെ ബോഡിക്ക് ചുറ്റും, വൈറസ് ഒരു ന്യൂക്ലിയോ പ്രോട്ടീൻ ആണ് വിത്ത് ആൻ ഇൻഫെക്ഷസ് ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞു. ആ വൈറസിൻ്റെ ബോഡിക്ക് ചുറ്റും കാണപ്പെടുന്ന ആ പ്രോട്ടീൻ കോട്ടിങ്ങിനെ വിളിക്കുന്ന പേരാണ് ക്യാപ്സിഡ്. ക്യാപ്സിഡ് ഒരു പോളിമറാണ്. അത് ഉണ്ടാക്കിയിരിക്കുന്ന കുറേ മോണോമർ കൊണ്ടാണ്. ആ മോണോമറിൻ്റെ പേരാണ് ക്യാപ്സോമിയേഴ്സ് എന്ന് നമുക്കറിയാം.
സോ ക്യാപ്ചറിൻ്റെ മോണോമറാണ് ക്യാപ്സാം വരും. ഇതെല്ലാവരും കൽപ്പിച്ചിട്ടുണ്ടാകും. കാക്ക കണ്ടോണ്ട് അല്ലേ, ഇവിടെ ഒരു കാറാണ്, അത് പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാർ എഴുതിയിട്ടുണ്ടാവും. 14. ഇൻ ടെറിഡോഫൈറ്റ് സ്പോറോഫൈറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം. ടെറിഡോഫൈറ്റിൽ സ്പോറോഫൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഡിപ്ലോയിഡ് സൈഗോട്ട് നിന്നാണ്. അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടോ? എല്ലാ പ്ലാന്റിനും 2 ടൈപ്പ് പ്ലാൻ ബോഡി ഉണ്ട്. ഏതൊക്കെയാ പറഞ്ഞത്? ഗെമറ്റോഫൈറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാൻ ബോഡി ഉണ്ട്, സ്പോറോഫൈറ്റ് എന്ന് പറയുന്ന മറ്റൊരു പ്ലാൻ ബോഡി ഉണ്ട്. എല്ലാവരും പഠിച്ചേടാ. ഏത് പ്ലാന്റിനും 2 പ്ലാൻ ബോഡി ഉണ്ട്. ഏതൊക്കെയാണ്? ഗെമറ്റോഫൈറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് ഉണ്ട്, സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ഉണ്ട്. ഗെമറ്റോഫൈറ്റ് എല്ലായ്പ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും, സ്പോറോഫൈറ്റ് എല്ലായ്പ്പോഴും ഡിപ്ലോയിഡ് ആയിരിക്കും. സോ ഏത് പ്ലാന്റ് എടുക്കുകയാണെങ്കിലും 2 പ്ലാൻ ബോഡീസ് ഉണ്ടാവും, ഗാമറ്റോഫൈറ്റും സ്പോറോഫൈറ്റും. ഏത് പ്ലാന്റിലും ഗാമറ്റോഫൈറ്റ് എപ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും, സ്പോറോഫൈറ്റ് എപ്പോഴും ഡിപ്ലോയിഡ് ആയിരിക്കും. കിട്ടിയോ? ഇനി നമ്മൾ പറയാൻ പോണേ, ഗാമറ്റോഫൈറ്റ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക? ഗാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. സ്പോറോഫൈറ്റ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക? സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി ആ സ്പോർ ജെർമിനേറ്റ് ചെയ്താൽ എന്താ ഉണ്ടാവുക? ഗാമറ്റോഫൈറ്റ് ആണ് ഉണ്ടാവുക. ആണല്ലോ. ഇനി ഞാൻ പറയാൻ പോണേ, ഈ ഗാമറ്റോഫൈറ്റിൽ നിന്ന് മെയിൽ ഗാമേറ്റ് വരും, അത് ഫീമെയിൽ ഗാമേറ്റിൻ്റെ കൂടെ കൂടിച്ചേരും. മെയിൽ ഗാമേറ്റ് തന്നെ ഫീമെയിൽ ഗാമേറ്റും ഹാപ്ലോയിഡ്. 2 ഗാമേറ്റുകൾ മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും കൂടി ചേർന്ന് എന്തായിട്ട് മാറി? സൈഗോട്ട്. അപ്പോൾ സൈഗോട്ട് എന്തായി? ഡിപ്ലോയിഡായി മാറിയില്ലേ? ഈ ഡിപ്ലോയിഡ് സൈഗോട്ടാണ് എന്തായിട്ട് മാറുക എന്നാണ് പറഞ്ഞത്? സ്പോറോഫൈറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുക. അതുകൊണ്ടാണ് സൈഗോട്ട് അല്ല സ്പോറോഫൈറ്റ് ഡിപ്ലോയിഡ് ആവാൻ കാരണം. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായി. സ്പോറോഫൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഡിപ്ലോയിഡ് സൈഗോട്ടാണ്. ഓക്കെ ആണോ? ഇനി എപ്പോഴും ഗാമറ്റോഫൈറ്റ് ഉണ്ടാവുക എവിടുന്നാണ്? സ്പോർ എന്നാണ്. സ്പോർ താഴെ വീണ് ജെർമിനേറ്റ് ചെയ്താൽ ഗാമറ്റോഫൈറ്റ് ആണ് ഉണ്ടാവുക. ജിംനോസ്പോംസ് ലാക്ക് ഫ്രൂട്ട് ബിക്കോസ് ദേ ലാക്ക്. ജിംനോസ്പോമിന് എന്തില്ല? ഫ്രൂട്ട് ഇല്ല. കാരണം എന്തില്ല? അവർക്ക് ഫ്രൂട്ട് ഇല്ലാതിരിക്കാൻ കാരണം ഓവർ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ പഠിക്കുക. ഫെർട്ടിലൈസേഷൻ ശേഷം ഒവ്യൂൾ എന്ന് പറഞ്ഞ സ്ട്രക്ചറാണ് സീഡായിട്ട് മാറുക, ഓവറി എന്ന് പറയുന്ന സ്ട്രക്ചറാണ് ഫ്രൂട്ടായിട്ട് മാറുക. അപ്പോൾ ജിംനോസ്പോമിന് ഒവ്യൂൾ ഉണ്ട്, അതിനോണ്ട് സീഡ് ഉണ്ട്. ഓവർ ഇല്ല, അതിനെക്കൊണ്ട് ഫ്രൂട്ട് ഇല്ല. അപ്പോൾ ജിംനോസ്പോമിന് ഫ്രൂട്ട് ഇല്ലാതിരിക്കാൻ കാരണം ഓവർ ഇല്ലാത്തതുകൊണ്ടാണ്. സിമ്പിളായിട്ട് മനസ്സിലായി. റിഡ്യൂസ്ഡ് മെയിൽ ഗെമറ്റോഫൈറ്റ് ഓഫ് ജിംനോസ്പോംസ്. ജിംനോസ്പോമിൻ്റെ റിഡ്യൂസ്ഡ് മെയിൽ ഗെമറ്റോഫൈറ്റ് എന്ന് പറയുന്ന പേരാണ് പോളൻഗ്രെയിൻ. റിഡ്യൂസ്ഡ് മെയിൽ ഗെമറ്റോഫൈറ്റ് എന്ന് പറയുന്ന പേരാണ് പോളൻഗ്രെയിൻ. പോളൻഗ്രെയിൻ മെയിൽ ഗെമറ്റോഫൈറ്റ് ആണ്, അതിൻ്റെ ഉള്ളിലാണ് മെയിൽ ഗെമേറ്റ് ഉണ്ടാവുക. കിട്ടി. അടുത്തത്, ഇൻ സൈക്കസ് പോളിനേഷൻ ടേക്സ് പ്ലേസ് ബൈ. സൈക്കസ് എന്ന് പറഞ്ഞാൽ ജിംനോസ്പോം ആണ്. ജിംനോസ്പോമിൽ വിൻഡ് പോളിനേഷൻ ആണ് നടക്കാറുള്ളത്. എന്തുകൊണ്ടാണ് ജിംനോസ്പോമിൽ വിൻഡ് പോളിനേഷൻ മാത്രം നടക്കാൻ കാരണം? ജിംനോസ്പോമുകളിൽ ആരൊക്കെയുള്ളത്? ഷ്രബ്സ് ഉണ്ട്, മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ട്രീസ് ഉണ്ട്, അതുപോലെ തന്നെ ലാർജ് ട്രീസും ഉണ്ട്. ഏറ്റവും വലിയ മരമാണ് റെഡ്വുഡ് സെക്വോയ എന്ന് പറയുന്നത്, അതൊരു ജിംനോസ്പോമാണ്. അപ്പോൾ ഇവർ കരയിൽ ഇങ്ങനെ നിൽക്കുന്ന വലിയ മരങ്ങളാണ്, ടെറസ്ട്രിയൽ പ്ലാന്റ്സാണ്. പിന്നെ വലിയ മരങ്ങൾ, അതുകൊണ്ട് ഒരിക്കലും വെള്ളത്തിലൂടെ പോളിനേഷൻ നടക്കൂല, വാട്ടർ പോളിനേഷൻ നടക്കൂല. പിന്നെ ജിംനോസ്പോമിന് ഫ്ലവറും ഇല്ല, ഫ്രൂട്ടും ഇല്ല. അപ്പോൾ ഒരു ഇൻസെക്റ്റും അങ്ങോട്ട് വരില്ല. അപ്പോൾ ഒരു ഇൻസെക്റ്റോ ബേർഡോ ആനിമലോ ആരും അങ്ങോട്ട് വരില്ല. അപ്പോൾ ബയോട്ടിക് ഏജൻറ്റിൻ്റെ പോളിനേഷൻ നടക്കില്ല. പിന്നെ ആകെ അവിടെ നടക്കാൻ ചാൻസ് ഉള്ളത് വിൻഡ് പോളിനേഷനാണ്. അതുകൊണ്ടാണ് ജിംനോസ്പോംസ് വിൻഡ് പോളിനേഷൻ മാത്രം കാണിക്കാൻ കാരണം. ഓക്കെ ആണോ? എങ്കിൽ 18ാമത് ചോദിച്ചു, മെയിൽ ആൻഡ് ഫീമെയിൽ കോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് ഓൺ സെയിം പ്ലാന്റ്, ഇറ്റ് ഈസ് നോൺ ആസ്. മെയിൽ പ്ലാന്റും ഫീമെയിൽ പ്ലാന്റും ഒന്നിൽ തന്നെ മെയിൽ കോണും ഫീമെയിൽ കോണും ഒന്നിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ മൊണീഷ്യസ് എന്നാണ് വിളിക്കുക. ഇനി എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കോൺ എന്ന് പറയുമ്പോൾ ജിംനോസ്പോമിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് കോൺ. ജിംനോസ്പോമുകളുടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് കോൺ. ഇതൊരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിൻ്റെ ഒരു ഭാഗത്ത് മെയിൽ കോണും ആ പ്ലാന്റിൻ്റെ മറ്റൊരു ബ്രാഞ്ചിൽ ഫീമെയിൽ കോണും കാണുകയാണ് നിങ്ങൾ വിചാരിക്കാം. അപ്പോൾ ഒരു പ്ലാന്റിൽ തന്നെ ഒരു ഭാഗത്ത് മെയിൽ കോണ്, മറ്റൊരു ഭാഗത്ത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായുള്ള ഫീമെയിൽ കോണ്. അങ്ങനെ കാണുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മൊണീഷ്യസ്. മൊണീഷ്യസ് ആയുള്ള ഒരാൾക്ക് ഒരു ജിംനോസ്പോമിന് എക്സാമ്പിൾ ആണ് പൈനസ് മൊണീഷ്യസാണ്. മെയിൽ ആൻഡ് ഫീമെയിൽ കോൺസ് ആർ പ്രസന്റ് ഇൻ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഓഫ് സെയിം പ്ലാന്റ്. എന്നാൽ സൈക്കസിൻ്റെ കേസ് എടുക്കുക, സൈക്കസ് ഡൈഷ്യസ് ആണെന്നാണ് പറയുക. സൈക്കസിൻ്റെ ഒരു മരത്തുമ്മേ മെയിൽ കോൺ ഉണ്ടാവും, മറ്റൊരു മരത്തുമ്മലാണ് ഫീമെയിൽ കോൺ ഉണ്ടാവുക. ഇപ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ കോൺസ് ഡിഫറൻറ്റ് പ്ലാന്റ്സിലാണ് കാണുന്നതെങ്കിൽ അത് യൂണിസെക്ഷൽ അഥവാ ഡൈഷ്യസ്. ഡൈഷ്യസിന് എക്സാമ്പിളാണ് സൈക്കസ്. അവിടെ നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചാണല്ലേ. ഇൻ ജിംനോസ്പോംസ് വൺ ഓഫ് ദ മെഗാസ്പോർ ഡെവലപ്പ് ഇൻ ടു മൾട്ടി സെല്ലാർ. ജിംനോസ്പോമിൽ ഒരു മെഗാസ്പോർ ഡെവലപ്പ് ചെയ്തിട്ട് എന്താണായിട്ട് മാറുക? ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് ആയിട്ടാണ് മാറുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ശരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ജിംനോസ്പോമുകളൊക്കെ എന്താണ്? ഹെട്രോസ്പോറസ് ആണ്. അവർ 2 തരം പ്രൊഡ്യൂസ് ചെയ്യും, മൈക്രോസ്പോറും പ്രൊഡ്യൂസ് ചെയ്യും, മെഗാസ്പോറും പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. അവർക്ക് മൈക്രോസ്പോറോഫിൽ ഉണ്ട്, മെഗാസ്പോറോഫിൽ ഉണ്ട്. ഈ മെഗാസ്പോറോഫിലിൻ്റെ ഉള്ളിലാണ് എന്തുണ്ടാവുക? ന്യൂസെല്ലസ് ഉണ്ടാവുക. മെഗാസ്പൊറാഞ്ചി ഉണ്ടാവും, മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിൽ ന്യൂസെല്ലസ് ഉണ്ടാവും. ന്യൂസെല്ലസ് എന്നൊരു സിംഗിൾ സെല്ല് ഡിഫറൻഷ്യേറ്റ് ചെയ്യും, അതാണ് മെഗാസ്പോർ മദർ സെല്ല്. ആ മെഗാസ്പോർ മദർ സെല്ല് മിയോസിന് പോയി കഴിഞ്ഞാൽ 4 മെഗാസ്പോറുകൾ ഉണ്ടാവും. അതിൽ 3 ഡീജനറേറ്റ് ചെയ്യും, ഒരാൾ മാത്രമാണ് ഫംഗ്ഷണലായിട്ട് ഉണ്ടാവുക. ഈ ഫംഗ്ഷണൽ മെഗാസ്പോറാണ് ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് ആയിട്ട് മാറുക. ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് ആയിട്ട് മാറും. ഓപ്ഷൻ 4 ആണ് ആൻസർ. 20. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് വൈറോയിഡ്. വൈറോയിഡിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ളത് ഏത് എന്നാണ് ചോദിക്കുന്നത്.
ദേ ഹാവ് RNA വിത്ത് പ്രോട്ടീൻ കോട്ട്. വൈറോയിഡിന് പ്രോട്ടീൻ കോട്ട് ഇല്ല, അപ്പോൾ അത് തെറ്റാണ്. ദേ ഹാവ് ഫ്രീ DNA വിത്ത് പ്രോട്ടീൻ കോട്ട്. അവർക്ക് പ്രോട്ടീൻ കോട്ടിങ് ഇല്ല. അടുത്തത് ദേ ഹാവ് DNA വിത്ത് പ്രോട്ടീൻ കോട്ട് ഇല്ല. എന്നാൽ ദേ ഹാവ് ഫ്രീ RNA വിത്തൗട്ട് പ്രോട്ടീൻ കോട്ട്. അത് നമുക്ക് പറയാൻ പറ്റും. സോ ഓപ്ഷൻ 1 ആണ് ആൻസർ വരിക. വൈറോയിഡിനെ കണ്ടെത്തിയത് ആരാടെ വേഗം എന്ന് പറഞ്ഞാൽ വൈറോയിഡിനെ കണ്ടെത്തിയത് ടിയോഡൈനർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. 1971 അവർക്കൊരു ഫ്രീ RNA ആണ് ഉണ്ടാവുക വിത്തൗട്ട് പ്രോട്ടീൻ കോട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഈസ് സ്മോളർ ദാൻ വൈറസ് എന്ന് നമ്മൾ പഠിച്ചാണ്. അടുത്തത് വൈറോയിഡ് ഉണ്ടാക്കുന്ന ഒരു അസുഖം ഇപ്പം നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുമോ? വിച്ച് കോസസ് ഒരു ഡിസീസ് ഉണ്ട്, വേഗം കണ്ടുപിടിക്കാം കേട്ടോ. ആഫ്റ്റർ കാരിയോഗമി ഫോളോഡ് ബൈ മിയോസിസ് സ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് എക്സോജനസ്ലി. എക്സോജനസ് ആയിട്ട് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? അപ്പോൾ നമ്മളിങ്ങനെ പഠിക്കണ്ടേ, ഈ ആസ്കോമൈസൈറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോറുകളാണ് ആസ്കോസ്പോറുകൾ എന്ന് പറയുന്നത്. ആസ്കോസ്പോർ ഉണ്ടാവുന്നത് എന്തിൻ്റെ ഉള്ളിലാണ്? സാക്ക് ലൈക്ക് സ്ട്രക്ചറായുള്ള ആസ്കസിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ആസ്കോസ്പോറുകൾ എൻഡോജീനസ് ആസ്കസിൻ്റെ ഉള്ളിലാണ്. ചിത്രമൊക്കെ വരച്ച് പഠിപ്പിച്ചാണ് നമ്മൾ. എന്നാൽ ബെസിഡിയോമൈസൈറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോറാണടാ ബെസിഡിയോസ്പോർ എന്നാണ് വിളിക്കുക. ബെസിഡിയോസ്പോർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെസിഡിയം എന്ന് പറയുന്ന ഒരു ക്ലബ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാവും. അതിൻ്റെ പുറത്തല്ലേ ബെസിഡിയോസ്പോർ ഉണ്ടാവുക. അപ്പോൾ ബെസിഡിയോസ്പോർ ഇതാണ് ബെസിഡിയം എന്ന് പറയുന്ന സ്ട്രക്ചർ. അപ്പോൾ ബെസിഡിയോസ്പോർ എക്സോജീനസ് ആണ് നമുക്കറിയാം. അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ ഒരു ബെസിഡിയോമൈസൈറ്റ് ആരാന്ന് കണ്ടെത്തിയാൽ മതി. ഓൾട്ടർനറി ഡ്യൂട്ടിയോമൈസൈറ്റ്സ് ആണ്, അത് പറ്റില്ല. സക്കാരോമൈസസ് എന്ന് പറയുന്നത് ഈസ്റ്റ് ആണ്, അത് ആസ്കോമൈസൈറ്റ് ആണ്, അത് പറ്റില്ല. ട്രൈക്കോഡർമ എന്ന് പറയുന്നത് ഡ്യൂട്ടിയോമൈസൈറ്റ്സ് ആണ്. ഇതിലാകെ ഉള്ള ബെസിഡിയോമൈസൈറ്റ് എന്ന് പറയുന്നത് അഗാരിക്കസ് ആണ്. അഗാരിക്കസ്, ഹസ്റ്റിലാഗോ, ബക്ഷീനിയ ഇവരാണ് വരിക. സോ അഗാരിക്കസ് ആണ് എക്സോജിനസ്ലി മിയോസിസിന് ശേഷം സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ. സോ ഓപ്ഷൻ 1 ഈസ് അവർ ആൻസർ. കിട്ടി. സ്ലീപ്പിംഗ് സിക്നസ് ഈസ് കോസ്ഡ് ബൈ. സ്ലീപ്പിംഗ് സിക്നസ് ആരാണ് ഉണ്ടാക്കുക? എടാ നമ്മൾ ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പറഞ്ഞു. അതിൽ ട്രൈപ്പനോസോമയാണ് എന്തുണ്ടാക്കുക എന്ന് പറഞ്ഞു. സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാക്കുന്നത് ട്രൈപ്പനോസോമയാണ്. പാരമീസിയമാണ് സീലിയേറ്റഡ് പ്രോട്ടോസോവൻ എന്ന് പറയുന്നത്. അവരെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നത് തൗസൻഡ്സ് ഓഫ് സീലിയാണ്. അവരുടെ ബോഡിയിൽ നിന്ന് ഉള്ളിലേക്ക് പുള്ളിന്ന് പുറത്തേക്ക് തുറക്കുന്ന ഒരു ഓപ്പണിംഗ് ഉണ്ട്, അതിനെ പറയുന്ന ഗള്ളറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അമീബ എന്തിന് എക്സാമ്പിളാണ്? അമീബോയിഡ് പ്രോട്ടോസോവൻ എക്സാമ്പിളാണ്. എന്നാൽ എൻഡമീബ എന്ന് പറഞ്ഞാൽ പാരസൈറ്റിക് ആയിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞു. റെഡിയാണോ? എങ്കിലെടുത്തത് ഡയാറ്റമേഷ്യസ് എർത്ത് ഈസ് ഫോംഡ് ബൈ ദ സെൽ വാൾ ഡെപ്പോസിഷൻ ഓഫ്. ആരുടെ സെൽ വാൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാവുക? ഡയാറ്റംസിൻ്റെയാണ്. ക്രൈസോഫൈറ്റിലെ 2 ആൾക്കാരേ ഉള്ളൂ. DD നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡയാറ്റംസും ഡെസ്മൈറ്റ്സും. ഡെസ്മൈറ്റ്സിന് എക്സാമ്പിൾ, ഡെസ്മൈറ്റ്സിൻ്റെ വേറെ പേരാണ് ഗോൾഡൻ ആൽഗെ. ഡയാറ്റംസിൻ്റെ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് സിലിക്കോണ്ടാണ്, അതുകൊണ്ട് തന്നെ അത് അൺഡിസ്ട്രക്റ്റബിൾ ആണ്. അവർക്ക് 2 തിൻ ഓവർലാപ്പിംഗ് ഷെൽസ് ഉണ്ട് വിച്ച് ഫിറ്റ് ടുഗെദർ ആസ് ഇൻ എ സോപ്പ് ബോക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഡയാറ്റംസ് ഡെഡിക്കേറ്റഡ് സെൽ വാൾ ഗെറ്റ് ഡെപ്പോസിറ്റ് അണ്ടർ ദ വാട്ടർ ആൻഡ് വിച്ച് ഫോം എ ഡെപ്പോസിഷൻ ദാറ്റ് ഈസ് നോൺ ആസ് ഡയാറ്റമേഷ്യസ് എർത്ത്. ഡയാറ്റമേഷ്യസ് എർത്തിന് എന്ത് നേച്ചറാണെന്ന് പറഞ്ഞത്? ഗ്രിറ്റി നേച്ചറാണ്. അതുകൊണ്ട് അത് എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? പോളിഷിങ്ങിനും ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സിനും ഉപയോഗിക്കുന്നുണ്ട്. ഗോണിയോലെക്സ് ആണ് എന്തിന് കാരണമാവുന്നത്? റെഡ് ഉണ്ടാക്കാൻ കാരണമാവുന്നത്. റെഡ് കളർ ഡൈനോഫ്ലജല്ലേറ്റ് ആണ്. പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം നൊട്ടോറിയസ് പാരസൈറ്റ് ആണ്, സ്പോറോസോവൻ ആണ്. അതാണ് മലേറിയൽ പാരസൈറ്റ് എന്നറിയപ്പെടുന്നത്. എങ്കിലെടുത്ത് നോക്കണം. ഓൾ ആർ ബാക്ടീരിയൽ ഡിസീസ് എക്സെപ്റ്റ്. ബാക്ടീരിയൽ ഡിസീസ് നമ്മൾ TTC അല്ലേ പഠിച്ച്? ടെറ്റനസ്, ടൈഫോയിഡ്, കോളറ. അപ്പോൾ അതിലുണ്ട് ടെറ്റനസ്, ടൈഫോയിഡ്, കോളറ. ഇത് 3 ബാക്ടീരിയൽ ഡിസീസാണ്. പക്ഷേ സ്മോൾ പോക്സ് അതല്ല, ഒരു വൈറൽ ഡിസീസാണ്. അതുകൊണ്ട് എക്സെപ്റ്റ് ആണ് ചോദിച്ചത്. ഓപ്ഷൻ 3 ആണ് ആൻസർ വരും. സോ ഓപ്ഷൻ 3 ഈസ് അവർ ആൻസർ. ഇനി അടുത്തത് ദ ഫംഗൽ കമ്പോണൻറ്റ് ഓഫ് ലൈക്കൻസ് ആർ നോൺ ആസ്. ലൈക്കൻസ് ഈസ് ദ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫംഗൈ. അതിൽ ആൽഗൽ പാർട്ടിനെ നമ്മൾ ഫൈക്കോബയോണ്ട് എന്നാണ്, ഫംഗൽ പാർട്ടിനെ നമ്മൾ മൈക്കോബയോണ്ട് എന്നാണ് വിളിക്കുക. മൈക്കോബയോണ്ട്. ഓപ്ഷൻ 2 ആണ് ആൻസർ വരിക. നോക്കിക്കോണേ, ഞാൻ അടുത്ത് നോക്കിക്കോളി. സൈറ്റോളജിക്കൽ ഇൻഫർമേഷൻ ലൈക്ക് ക്രോമസോം നമ്പർ, സ്ട്രക്ചർ ആൻഡ് ബിഹേവിയർ റിലേറ്റഡ് വിത്ത്. അതിനെ പറയുന്ന പേരാണ് സൈറ്റോടാക്സോണമി. എന്നാൽ കെമിക്കൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കീമോടാക്സോണമി. ന്യൂമറിക്കൽ ടാക്സോണമി നമ്പേഴ്സും കോഡ്സും അസൈൻ ചെയ്തിട്ടുള്ളതാണ് കീമോടാക്സോണമി. എങ്കിലടുത്തത് വിച്ച് എമംഗ് ദ ഫോളോയിങ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ആർ ബേസ്ഡ് ഓൺ നാച്ചുറൽ അഫിനിറ്റീസ് ആണെങ്കിൽ നമുക്ക് അതിന് പറയാം നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്നാണ് വിളിക്കുക. ആർട്ടിഫിഷ്യൽ കൊണ്ടുവന്നത് ആരാടാ? ലിന്നേഴ്സ് ആണ് കൊണ്ടുവന്നത്, LAUS. ഫൈലോജനിറ്റി കൊണ്ടുവന്ന ആരാണ്? എംഗ്ലർ ആൻഡ് പ്രാൻഡൽ എന്ന് പറയുന്ന 2 സയൻറ്റിസ്റ്റുകളാണ്. നാച്ചുറൽ കൊണ്ടുവന്ന ആരൊക്കെയാണ്? ബെന്തം ആൻഡ് ഹൂക്കർ. എല്ലാവർക്കും അറിയുന്നല്ലേ? ബെൻ ഹൂക്കർ നാച്ചുറലാണ്. മാനിറ്റോൾ ഈസ് ദ സ്റ്റോർഡ് ഫുഡ്. മാനിറ്റോൾ, ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ ഫിയോഫൈസയിലാണല്ലോ, ബ്രൗൺ ആൽഗയിൽ. ഇപ്പോൾ താഴത്തെ നിന്നുള്ള ഒരു ബ്രൗൺ ആൽഗേരാ നോക്കിയാൽ മതി. പോർഫൈറ റെഡ് ആൽഗയാണ്, ഗ്രാസിലേറിയ റെഡ് ആൽഗയാണ്, ക്ലാമിഡോമോണാസ് ഗ്രീൻ ആൽഗ. ഇവരൊന്നും പറ്റില്ല. ഫ്യൂക്കസ് എന്താണ്? ഒരു ബ്രൗൺ ആൽഗയാണ്. മാനിറ്റോൾ ഉള്ളത് ഫ്യൂക്കസിലാണ്. സിമ്പിളായിട്ട് പഠിച്ചുകൂടെ? ഞാൻ അടുത്ത് നോക്കിക്കോണേ. ആൽജിൻ ഹൈഡ്രോക്ലോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബ്രൗൺ ആൽഗയും റെഡ് ആൽഗയാണ്. അതിൽ ബ്രൗൺ ആൽഗ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ആൽജിൻ, റെഡ് ആൽഗ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കാരജീൻ. അപ്പോൾ നമ്മളിവിടെ ആൽജിൻ ആണ് ചോദിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ബ്രൗൺ ആൽഗയെ നിർത്തും. Which of the following example belong to the same class of fungi? ജെലീഡിയം സ്പൈറോഗേറ. ജെലീഡിയം റെഡ് ആൽഗയാണ്, ഫ്യൂക്കസ് ബ്രൗൺ ആൽഗയാണ്, സ്പൈറോഗേറ ഗ്രീൻ ആൽഗയാണ്. അപ്പോൾ അത് പറ്റൂല.
ഗ്രാസിലേറിയ റെഡ് ആൽഗയാണ്, ഡിക്റ്റിയോട്ട ബ്രൗൺ ആൽഗയാണ്. അപ്പോൾ ഇതും പറ്റില്ല. ജലീഡിയം ഗ്രാസിലേറിയയും റെഡ് ആൽഗയാണ്, പക്ഷേ ലാമിനേറിയ ബ്രൗൺ ആൽഗ അത് പറ്റില്ല. ലാമിനേറിയ ബ്രൗൺ ആൽഗയാണ്, ഫ്യൂക്കസ് ബ്രൗൺ ആൽഗയാണ്, ഡിക്റ്റിയോട്ടിയം ബ്രൗൺ ആൽഗ. അപ്പോൾ ഒരേ ഗ്രൂപ്പിൽ വരുന്നത് ഇവർ മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ 4 ആണ് വരിക. അടുത്ത നോക്കണം. ഇൻഡിപെൻഡൻറ്റ് സ്പോറോഫൈറ്റ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ. ഇൻഡിപെൻഡൻറ്റ് സ്പോറോഫൈറ്റ് ഇല്ലാത്ത ബ്രയോഫൈറ്റിലും ടെറിഡോഫൈറ്റിലും ഇൻഡിപെൻഡൻറ്റ് സ്പോറോഫൈറ്റ് ഉണ്ട്. എന്നാൽ ജിംനോസ്പേമിൽ ഇൻഡിപെൻഡൻറ്റ് സ്പോറോഫൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ശരിയാ, സോറി മാറ്റി പറയണേ, ഞാൻ ഗമറ്റോഫൈറ്റ് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. ബ്രയോഫൈറ്റിലെ ഗമറ്റോഫൈറ്റ് ഫ്രീ ലിവിംഗ് ആണ്, പക്ഷേ സ്പോറോഫൈറ്റ് ഡിപ്പെൻഡൻ്റ് ആണ്. ഇതാ നോക്കിക്കോളൂ. ഈ ബ്രയോഫൈറ്റുകളുടെ റൂട്ട് ലൈക്ക് സ്ട്രക്ചർ അല്ലേ റൈസോയിഡുകൾ ഈ കാണുന്നത്, ഇതല്ലേ അവരുടെ സ്റ്റം ലൈക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത്രയും ഭാഗമല്ലേ ഇവരുടെ ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. ഈ ചിത്രം ഓർമ്മ, ഫ്യൂണറിൻ്റെ ചിത്രം കണ്ട് ഓർമ്മ ഉണ്ടോ? ഇതിൻ്റെ മുകളിലേക്കല്ലേ സ്പോറോഫൈറ്റ് ഉണ്ടാവുക. സ്പോറോഫൈറ്റ് ഇത്രയും ഭാഗമല്ലേ സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത്. നോക്കിക്കേടാ സ്പോറോഫൈറ്റ്. ഈ സ്പോറോഫൈറ്റ് എന്താണ്? ഗമറ്റോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ബ്രയോഫൈറ്റിലെ സ്പോറോഫൈറ്റ് എന്താണ്? ഇൻഡിപെൻഡൻ്റ് അല്ല, നോട്ട് ഇൻഡിപെൻഡൻ്റ് ആണ്. സോ ഇൻഡിപെൻഡൻറ്റ് സ്പോറോഫൈറ്റ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ബ്രയോഫൈറ്റ് ആണ് വരിക. ടെറിഡോഫൈറ്റിൻ്റെ മെയിൻ പ്ലാൻ ബോഡി സ്പോറോഫൈറ്റാണ്, അയാൾ ഇൻഡിപെൻഡൻ്റ് ആണ്. ജിംനോസ്പേമിൻ്റെ മെയിൻ പ്ലാൻ ബോഡി സ്പോറോഫൈറ്റ് ആണ്, അതും ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് അല്ലാത്തത് എവിടെയെന്ന് ചോദിച്ചാൽ ബ്രയോഫൈറ്റിൽ മാത്രമേ ഉള്ളൂ. എങ്കിൽ അടുത്ത് നോക്കണം. ലീഫ് ലൈക്ക് ഫോട്ടോസിന്തറ്റിക് ഓർഗൻ ബ്രൗൺ ആൽഗെ. ലീഫ് ആകുമ്പോൾ എഫ് വെച്ച് പിടിച്ചാൽ മതി, ഫ്രോണ്ട്. അപ്പോൾ നമുക്ക് പറയാം ബ്രൗൺ ആൽഗയ്ക്ക് റൂട്ട് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ഹോൾഡ് ഫാസ്റ്റ് അല്ലേ. സ്റ്റം ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റൈപ്പ്. ലീഫ് ലൈക്ക് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ഫ്രോണ്ട്. ഇനി ടെറിഡോഫൈറ്റിൽ കാണപ്പെടുന്ന അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ് റൈസോം എന്ന് പറയുന്നത്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. 33. ബൈഫ്ലജല്ലേറ്റഡ് സൂസ്പോസ് ദാറ്റ് ആർ പിയർ ഷേപ്ഡ്. പിയർ ഷേപ്ഡ് ആയിട്ടുള്ള സൂസ്പോസും പിയർ ഷേപ്ഡ് ആയിട്ടുള്ള ഗമേറ്റും. പിയർ എന്ന് കേട്ട നിങ്ങൾക്ക് ആരും ഓർമ്മ വരണം? ഫിയോഫൈസകളെ ഓർമ്മ വരണം. ബ്രൗൺ ആൽഗേക്കാണ് പിയർ ഷേപ്ഡ് ആയുള്ള പിയർ ഷേപ്ഡ് ആയുള്ള സൂസ്പോസും പിയർ ഷേപ്ഡ് ആയുള്ള ഗമേറ്റും ഉള്ളത് ഫിയോഫൈസക്കാണ്. പിയർ എന്ന് കേട്ടാൽ ഫിയോഫൈസിന് ഓർമ്മ വന്നാൽ മതി. ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കുന്നത് ആരെയാണ്? ബ്രയോഫൈറ്റ്സിനെയാണ്. എന്താ കാരണം? ബിക്കോസ് ദ ലിവ് ഇൻ സോയിൽ ആൻഡ് ഡിപ്പെൻഡ് വാട്ടർ ഫോർ ദിയർ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് നമുക്കറിയാം അല്ലേ. എങ്കിൽ അടുത്തത് പ്രോട്ടോണിയം എന്താണെന്ന് ചോദിച്ചു. അപ്പം നമുക്ക് പറയാം ലിവർ വേർട്ടുകൾ കഴിഞ്ഞാൽ ബ്രയോഫൈറ്റിലെ രണ്ടാമത്തെ വിഭാഗം ആളുകളാണ് മോസസ്. മോസസിൻ്റെ മെയിൻ പ്ലാൻ ബോഡി ഗമറ്റോഫൈറ്റ് ആണ്. ഗമറ്റോഫൈറ്റ് 2 സ്റ്റേജായിട്ടാണ് വളരെ. ഏതൊക്കെയാണ്? ഒന്നാമത്തെ സ്റ്റേജാണ് പ്രോട്ടോണിമ സ്റ്റേജ്, രണ്ടാമത്തെ സ്റ്റേജാണ് ലീഫി സ്റ്റേജ്. പ്രോട്ടോണിമ സ്റ്റേജും ഉണ്ട്, അതുപോലെ തന്നെ ലീഫി സ്റ്റേജും ഉണ്ട്. അതിൽ പ്രോട്ടോണിമ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ്. ആൻസർ നോക്കിയേ, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ്, ഇറ്റ് ഈസ് എ സ്റ്റേജ് ഓഫ് ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ ഇൻ മോസസ്. ഓക്കെ, അടുത്തത് ഇൻ ബ്രയോഫൈറ്റ്സ് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ആർ റെസ്പെക്റ്റീവ്ലി കാൾഡ്. ബ്രയോഫൈറ്റിലെ മെയിൽ സെക്സ് ഓർഗനെ ആന്ത്രീഡിയം എന്നും ഫീമെയിൽ സെക്സ് ഓർഗനെ ആർക്കിഗോണിയം എന്നാണ് വിളിക്കുക. സോ ഓപ്ഷൻ 1 ആണ് ആൻസർ കിട്ടുക. കിട്ടിയോ? എങ്കിൽ അടുത്തത് നോക്കടാ. 37. മാച്ച് കോളം 1 വിത്ത് കോളം 2. റോഡോഫൈസിൽ എന്താ ഉള്ളത് അറിയോ? ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ഡിയും. ക്ലോറോഫൈസിൽ എന്താ ഉള്ളത് അറിയോ? ക്ലോറോഫിൽ എയും ബിയും. ഫിയോഫൈസിൽ ക്ലോറോഫിൽ എയും സിയും. അങ്ങനെ മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻ 2 ആൻസർ കിട്ടും. A2 B3 C1 കറക്റ്റാണ്. പീറ്റ് മോസ് എന്നറിയപ്പെടുന്നത് എല്ലാവർക്കും അറിയാം സ്ഫാഗ്നം. സ്ഫാഗ്നം എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ ഫോസിൽ നിന്നാണ് പീറ്റ് ഉണ്ടാവുന്നത്, അതുകൊണ്ടാണ് അതിനെ പീറ്റ് മോസ് എന്ന് വിളിക്കുന്നത്. അടുത്തത് ഗ്രീൻ മൾട്ടി സെല്ലുലാർ എസെക്ഷൽ ബഡ് ഡെവലപ്പിംഗ് സ്മോൾ റിസപ്റ്ററുകൾ ജമ്മേക്കപ്പിൽ ഉണ്ടാവണേ നമ്മൾ എന്താ വിളിക്കുക? ജമ്മ എന്നാണ് വിളിക്കുക. ചിത്രം ഓർമ്മ ഉണ്ടല്ലോ നിങ്ങൾക്ക്. ലിവർ വേർട്ടുകൾ കാണിക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ജമ്മേ ഫോർമേഷൻ. ജമ്മേ എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളേർഡ് മൾട്ടി സെല്ലുലാർ എസെക്ഷൽ ബഡ് ആണ് വിച്ച് ഡെവലപ്പ് ഇൻ സ്മോൾ റിസപ്റ്റക്കിൾസ് കോൾഡ് ജമ്മേക്കപ്പ്. 40ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. മെയിൻ പ്ലാൻ ബോഡി ഓഫ് ടെറിഡോഫൈറ്റീസ്. ടെറിഡോഫൈറ്റിൻ്റെ മെയിൻ പ്ലാൻ ബോഡി. ബ്രയോഫൈറ്റിൻ്റെ മെയിൻ പ്ലാൻ ബോഡി ഗാമറ്റോഫൈറ്റും മെയിൻ അല്ലാത്ത പ്ലാൻ ബോഡി സ്പോറോഫൈറ്റും. എന്നാൽ നേരെ തിരിച്ച് ടെറിഡോഫൈറ്റിൻ്റെ മെയിൻ പ്ലാൻ ബോഡി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ആണ് അവരുടെ മെയിൻ പ്ലാൻ ബോഡി. അവരുടെ മെയിൻ അല്ലാത്ത പ്ലാൻ ബോഡിയാണ് ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെറിഡോഫൈറ്റ് ബിലോങ് ടു ക്ലാസ് ഓഫ് ടെറോപ്സിഡ. ടെറോപ്സിഡയിൽ വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചത്. ടെറോപ്സിഡ എന്ന് പറഞ്ഞാൽ ടെറിസ്, വെടി പൊട്ടിക്കുന്ന പോലെ പഠിക്കണം. ടെറിസ്, ഡയോപ്റ്ററിസ്, അഡിയാൻഡം. അപ്പോൾ ഉണ്ട് അഡിയാൻഡം ഓപ്ഷനിലുണ്ട്. ടെറോപ്സിഡകൾ നോക്കാം. ടെറിഡോഫൈറ്റുകളിൽ ഒന്നാമതാണതാ സൈലോപ്സിഡ. കേട്ട് ഓർമ്മ ഉണ്ടോ? സൈലോപ്സിഡ, സൈലോട്ടം. അതിന് എക്സാമ്പിളാണ് സൈലോട്ടം. സൈലോപ്സിഡ നല്ല ഓട്ടക്കാരനാണ് സൈലോട്ടം. രണ്ടാമതാണ് ലൈക്കോപ്സിഡ, ലൈക്കോപ്സിഡ. അതിന് എക്സാമ്പിളാണ് ലൈക്കോപോഡിയം, അതുപോലെ തന്നെ സെലാജിനല്ലേ. മൂന്നാമത്തതാണെടാ സീനോപ്സിഡ, സെനോപ്സിഡ എന്നാണ് വിളിക്കുക. സെനോപ്സിഡ സെറ്റാണ്. ആരാണ് സെറ്റ്? ഇക്യൂ സെറ്റം. ടെറോപ്സിഡ പിന്നെ 4ാമത്തതാണ്. ടെറോപ്സിഡ നമ്മൾ പറഞ്ഞു വെടി വെട്ടിക്കുന്ന പോലെ പഠിക്കണം എന്ന് പറഞ്ഞു. ടെറോപ്സിഡ എന്ന് പറഞ്ഞാൽ ടെറിസ്, ഡയോപ്റ്ററിസ്, അഡിയാൻഡം. അപ്പോൾ അഡിയാൻഡാണ് വന്നേക്കുന്നത്. ഹെട്രോസ്പോറസ് ടെറിഡോഫൈറ്റ്. ഹെട്രോസ്പോറസ് ആയുള്ള 2 ടെറിഡോഫൈറ്റുകളുണ്ട്. ഏതൊക്കെയാണ്? സെലാജിനല്ലയും സാൽവീനിയും. സെലാജിനല്ലയും സാൽവീനിയും. അപ്പോൾ ഇതിൽ സാൽവീനിയ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് അത് കീഴ്ത്തു. സാൽവിയ എന്ന് പറയുന്നത് ഒരു ആൻജിയോസ്പമാണ്.
ആൻജിയോസ്പേം ആണ്. ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് സാൽവിയ. സാൽവീനിയ ഹെട്രോസ്പോറസ് ടെറിഡോഫൈറ്റ് ആണ്. ഞാൻ അടുത്ത് നോക്കിക്കോണേ. പ്രോത്താലസ് ഓഫ് ടെറിഡോഫൈറ്റ് റെപ്രസെൻറ്റ്സ്. പ്രോത്താലസ് എന്ന് പറയുന്നത് ടെറിഡോഫൈറ്റിൻ്റെ ഹാപ്ലോയിഡ് ഗമറ്റോഫൈറ്റിനെ പറയുന്ന പേരാണ്. സോ ഹാപ്ലോയിഡ് ഗമറ്റോഫൈറ്റ് ആണ് പ്രോത്താലസ്. കിട്ടി. സ്പൊറാഞ്ചിയ ആൻഡ് സ്പോർ ബെയറിംഗ് ലീഫ് ഇൻ ഫേൺ ഈസ് കാൾഡ്. സ്പൊറാഞ്ചിയ ആൻഡ് സ്പോർ ബെയറിംഗ് ലീഫ്. സ്പൊറാഞ്ചിയൻ സ്പോർ ഒരു ലീഫ് ലൈക്ക് സ്ട്രക്ചറിൻ്റെ മുകളിലാണ് സ്പൊറാഞ്ചി ഉണ്ടാവുക, അതിൻ്റെ ഉള്ളിലാണ് സ്പോർ ഉണ്ടാവുക. അപ്പോൾ സ്പോർ ഉണ്ടാവുന്ന ലീഫ് ആയതുകൊണ്ട് ഇയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പോറോഫിൽ എന്നാണ് വിളിക്കുക. സ്പോറോഫിൽ എന്നാണ് ആൻസർ വരിക. എങ്കിൽ അടുത്ത് നോക്കടാ. സ്റ്റേറ്റ്മെൻറ്റ് 1. സെക്ഷൽ സൈക്കിൾ ഓഫ് ഫംഗൈ ഇൻവോൾവ്സ്. സെക്ഷൽ സൈക്കിൾ എന്താണ്? ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം, കാരിയോഗമി ആൻഡ് മിയോസിസ് ഇൻ സൈഗോട്ട്. അത് ശരിയാണ്. ഡ്യൂറിങ് ഫേവറബിൾ കണ്ടീഷൻ സ്ലൈമോൾസ് പ്രൊഡ്യൂസ് ഫ്രൂട്ടിംഗ് ബോഡി അല്ല. ഫേവറബിൾ കണ്ടീഷനിൽ അവർ പ്ലാസ്മോഡിയ ഉണ്ടാക്കുക, അൺഫേവറബിൾ കണ്ടീഷനിലാണ് അവർ ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടാക്കുക. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്നുള്ള ഓപ്ഷൻ 3 നമുക്ക് ആൻസർ എടുക്കാം. അടുത്ത് നോക്കടാ. റീസൈക്ലിംഗ് ഓഫ് ന്യൂട്രിയൻസ് ലൈക്ക് നൈട്രജൻ, ഫോസ്ഫറസ്, അയൺ, സൾഫർ ഒക്കെ നടക്കുന്ന കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയകളാണ് ചെയ്യുക നമുക്കറിയാം. വെൻ ഡിപ്രൈവ് ഓഫ് സൺലൈറ്റ് യൂക്ലീന ബിഗൈൽ ലൈക്ക് ഹെട്രോട്രോപ്പ് അല്ലേ. സൺലൈറ്റ് കിട്ടിയ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്പ്, സൺലൈറ്റിൻ്റെ ആബ്സെൻസിൽ അവർ ഹെട്രോട്രോഫിക് പ്രഡേറ്റർ ആയിട്ടാണ് മാറുക. അതുകൊണ്ട് അവരെ മിക്സോട്രോഫിക് ന്യൂട്രീഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഓപ്ഷൻ 1 ആൻസർ കിട്ടും. കിട്ടിയിട്ടില്ല അതൊക്കെ. 47. സെൽവാൾ ഓഫ് മോണിയറൻസ്. സെൽവാൾ ഓഫ് മോണിയറൻസ് നമ്മൾ പഠിച്ചത് നോൺ സെല്ലുലോസിക് ആണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. പോളിസാക്രൈഡും അമിനോ ആസിഡും കൂട്ടിച്ചേർത്തിട്ടാണ്. സിമ്പിളാണ്. കൈറ്റിന് ഫംഗസിൻ്റെയാണ്, സെല്ലുലോസിക് ആണെങ്കിൽ അത് പ്ലാന്റിൻ്റെയാണ്. 48ാമത്തെ ചോദ്യം നോക്കടാ. മോൾസ് ആൻഡ് ട്രഫിൾസ് ആർ എഡിബിൾ ഫംഗസ് ഓഫ് ബെസിഡിയോമൈസൈറ്റ് അല്ല, ആസ്കോമൈസൈറ്റുകളാണ്. ബെസിഡിയോമൈസൈറ്റ് അല്ല, ആസ്കോമൈസൈറ്റ് ആണ്. എന്നാൽ കിങ്ഡം പ്രോട്ടിസ്റ്റ ഫോംസ് എ ലിങ്ക് ബിറ്റ്വീൻ പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഫംഗൈ. അത് ശരിയാണ്. അപ്പോൾ അസേർഷൻ ഫോൾസ് ആണ്, റീസൺ ശരിയാണെന്നുള്ള 4th ഓപ്ഷൻ കിട്ടും. റെഡി അല്ലേ? 49. അസേർഷൻ സൈനോബാക്ടീരിയ ആർ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്പ്. അത് വളരെ ശരിയാണ്. സൈനോബാക്ടീരിയ ഹാവ് ക്ലോറോഫിൽ സിമിലർ ടു ഗ്രീൻ പ്ലാന്റ്സ്. അതുണ്ടോ ആയതുകൊണ്ടാണ് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്പ് ആണ്. അപ്പോൾ അസേർഷനും റീസണും ശരിയാണ്, കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. 50 നോക്കടാ. സെലക്ട് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. താഴെ തന്നില്ലേ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സെൽവാൾ ഈസ് പ്രസന്റ് ഇൻ മെമ്പേഴ്സ് ഓഫ് ഫംഗൈ ആൻഡ് പ്ലാന്റ്. സെൽവാൾ 2 പേർക്കുണ്ട്. മഷ്റൂം ബെസിഡിയോമൈസൈറ്റ് ആണ്, അത് ശരിയാണ്. സ്യൂഡോപോഡിയ ലോക്കോമോട്ടറി സ്ട്രക്ചർ ഇൻ അമീബ, അതും ശരിയാണ്. യൂക്ലിനോഡാനസ് ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷൻ അല്ല. ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷൻ എന്നറിയപ്പെടുന്നത് ഡയാറ്റംസ് ആണ്. അതുകൊണ്ട് ഇതാണ് തെറ്റ്. റോങ് സ്റ്റേറ്റ്മെൻറ്റ് 4 ആണ്. സോ മക്കൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും എല്ലാം വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തീർത്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ മക്കൾ വൃത്തിയായിട്ട് ഒന്ന് വീഡിയോ കണ്ടിട്ട് എവിടെയാണ് തെറ്റിപ്പോയത് എന്നൊക്കെ ഒന്ന് പഠിക്കുക. കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ഒന്നുകൂടി പ്രാർത്ഥിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. അടുത്ത സന്ധിക്കും വരെ വണക്കം. താങ്ക് യു.